ഹലോ ഫ്രണ്ട്സ്, മോള് സാപ്പിവെല്ലിലേക്ക് സ്വാഗതം. നമ്മളിന്നിവിടെ ഒരു ഉള്ളിത്തണ്ട് വെച്ചിട്ട് ഈസി ആയിട്ടൊരു തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. നമ്മൾ അതിന് വേണ്ടി ഉള്ളിത്തണ്ട് ഇവിടെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നല്ല രസമുണ്ട് ഇങ്ങനെ അരിഞ്ഞ് വെച്ചിങ്ങനെ കാണാനായിട്ട്. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് തന്നെ. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ആദ്യം ഒരു ചീനച്ചട്ടി എടുത്ത് വെക്കാം. അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ഇതിനകത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നതാണ് ഈ ഒരു തോരന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഗോൾഡ് നിറന്ന് ഒഴിച്ച് കൊടുത്താൽ ആ ഒരു ടേസ്റ്റ് കിട്ടൂല. അതുപോലെ തന്നെ പച്ചമുളകിനെക്കാട്ടും കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടുന്നത് വറ്റൽമുളകാണ്. അപ്പോൾ വറ്റൽമുളക് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച് നമ്മുടെ ഉള്ളിത്തണ്ടിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഇട്ട് കൊടുത്ത് നമുക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുത്താൽ മതിയാവും വഴണ്ട് കിട്ടാനായിട്ട്. കാരണം ഇതിൻ്റെ അകത്ത് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഈ ഉള്ളിത്തണ്ടിൽ വെള്ളത്തിൻ്റെ അംശം ഉള്ളത് കൊണ്ട് നമുക്ക് വഴറ്റിയെടുത്ത് തോരൻ വെക്കാവുന്നേ ഉള്ളൂ. അപ്പം നമുക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ വാടി കിട്ടും. ഇത് വാടി കിട്ടുമ്പോഴേക്കും നമുക്കിതിനകത്തേക്ക് അരിഞ്ഞ് വെച്ചേക്കുന്ന സവാളയും കൂടി ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. ഇതും കൂടി ഇട്ട് കൊടുത്ത് കുറച്ചും കൂടെ വാടിയ ശേഷം നമുക്കിതിലേക്ക് നമ്മൾ കുറച്ച് തേങ്ങ തിരുകി വെച്ചിട്ടുണ്ട്, അതും കൊണ്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് ഒരു 2-3 മിനിറ്റ് അപ്പോഴേക്കും നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ടാകും. വളരെ ഈസിയാണ്, അത്രയ്ക്ക് ഈസി ആയിട്ടുള്ള തോരനാണ്. ആർക്ക് വേണമെങ്കിലും പെട്ടെന്ന് ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. നല്ല ടേസ്റ്റിയാണ്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.